ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലൈമാക്സിലേക്ക് അടുക്കും തോറും കഥ ഭയങ്കരമായിട്ടുള്ളൊരു ട്വിസ്റ്റോട് കൂടിയാണ് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. സുമിത്രയുടെ ജീവിതത്തിൽ പുതിയ പുതിയ അതിഥികൾ എത്തുന്നു, അതുപോലെ പുതിയ പുതിയ ഓരോ ടാസ്കുകളും വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത്തവണ എന്തായാലും സുമിത്ര ചെന്ന് പണി മേടിച്ച ഒരു കഥയാണ് ഇന്നത്തേത് നമ്മുടേത്. അങ്ങനത്തെ നമ്മുടെ പ്രതീഷും അതുപോലെ അനന്യയും കൊച്ചും ഒക്കെ കൂടെ ഇങ്ങനെ റോഡിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് പ്രതീഷിൻ്റെ ഈ ഒരു ഇടപെടലും കാര്യങ്ങളും കണ്ട് പേടിച്ച് അനന്യ നിന്ന് കരയുക. അപ്പോൾ അനന്യ കരയുന്നത് കണ്ടപ്പോൾ കൊച്ചു പറഞ്ഞു, പ്രതീഷിൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, ചെറിയച്ച എൻ്റെ ആ മമ്മിയെ കരയിക്കരുത്, എൻ്റെ മമ്മി കരഞ്ഞാൽ സ്വരമോൾക്ക് വിഷമമാകുമെന്ന്. മമ്മി, ചെറിയച്ഛൻ നമ്മളോട് ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, ബാ നമുക്ക് ചെറിയച്ഛൻ്റെ കൂടെ വണ്ടിയിൽ കയറി പോകാമെന്നും പറഞ്ഞു കൊച്ചു ഇങ്ങനെ നിർബന്ധിച്ച് വിളിക്കുക. അപ്പോൾ പിന്നെ കുഞ്ഞു പറഞ്ഞതല്ലേ വാ ഏട്ടത്തിയെന്നും പറഞ്ഞുകൊണ്ട് പ്രതീഷും വിളിക്കുന്നു. അങ്ങനെ ഇവർ വണ്ടിയിലേക്ക് കയറിയപ്പോൾ പ്രതീഷിന് ഒത്തിരി സന്തോഷമായിട്ടോ. പ്രതീഷ് വലിയ സന്തോഷത്തോടു കൂടിയാണ് വണ്ടിയിലേക്ക് കയറിയതും വണ്ടി എടുത്ത് മുന്നോട്ട് പോകുന്നതും. അപ്പോൾ സ്വരമോളോട് കുറേ വർത്തമാനമൊക്കെ പറയുന്നുണ്ട് നമ്മുടെ പ്രതീക്ഷ. സ്വരമോളും തിരിച്ച് അതുപോലെ തന്നെ. അനന്യയോട് ഓരോന്ന് ചോദിക്കുന്നതിന് അനന്യ വ്യക്തമായ മറുപടികളോ കാര്യങ്ങളോ കൊടുക്കുന്നില്ല. പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുക. കാരണം എന്തെങ്കിലും ഒന്ന് വായിൽ നിന്ന് വന്നു പോയി കഴിഞ്ഞാൽ തൻ്റെ മകളെ തനിക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമായതുകൊണ്ട് പേടിച്ച് വിറച്ച് തന്നെ ഇരിക്കുന്നു, ഒന്നും പറയാനായിട്ടുള്ള ആ ഒരു ഇത് കാണിക്കാതെ. അപ്പം അങ്ങനെ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സ്വരമോള് അനന്യോട് ചോദിച്ചു, എന്താ മമ്മിക്ക് എന്താ പറ്റിയേ? മമ്മി എന്തിനാ ചെറിയച്ഛന് ഇത്രയ്ക്ക് പേടിക്കുന്നേ? ചെറിയച്ഛൻ ഇത്രയും നാളും എവിടെയായിരുന്നു? ഇതൊക്കെ കൊച്ചു ചോദിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ കൊച്ചിനെ തിരിഞ്ഞു നോക്കിയിരുന്നാണല്ലോ വണ്ടി ഓടിക്കുന്നത്. ഇത് കേട്ടപ്പോൾ പ്രതീക്ഷ ആകെ ഞെട്ടിപ്പോയി. കാരണം കുഞ്ഞിന് ഇതൊക്കെ അറിയാനുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ കുഞ്ഞതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് അപ്പോഴേക്കും നമ്മുടെ അനന്യയ്ക്കും ആകെ വെപ്രാളവും ടെൻഷനും വിഷമവും ഒക്കെ ആയി. അനന്യാണെന്നുണ്ടെങ്കിലും അത് പിന്നെ ചെറിയച്ഛൻ ദൂരെയായിരുന്നു. മോൾ അതൊന്നും ചോദിക്കേണ്ട കേട്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇത് എന്നിട്ട് പിന്നെ നമ്മുടെ പേടിച്ച് വരച്ചിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ അനന്യക്കാണെങ്കിൽ ആകെ ടെൻഷനായി. കാരണം കൊച്ചു വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൈവിട്ട് പോകുമല്ലോ. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഇത് അങ്ങനെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നു. അപ്പോൾ പ്രതീക്ഷ ആണെങ്കിൽ പിന്നെ കൂടുതലൊന്നും കൊച്ചിനോട് സംസാരിക്കാനോ ആ ഒരു ഇതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചെറിയച്ഛനോട് കൊച്ചു പിന്നെ ഓരോന്ന് സംസാരിക്കുമ്പം ചെറിയച്ഛൻ്റെയും അത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ മാറി ഇങ്ങനെ ആ ഒരു ഇത് പതുങ്ങി വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പ്രതീക്ഷ ഒരിടത്ത് കൊണ്ടുപോയി നിർത്തി കൊച്ചിന് വേണ്ടുന്ന ഐസ്ക്രീമും കാര്യങ്ങളും ഒക്കെ മേടിച്ച് കൊടുത്തു. അപ്പോഴും സ്വരമോൾക്ക് പ്രതീക്ഷനോട് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടു കൂടി തന്നെ ചെറിയച്ചാന്ന് വിളിച്ച് തന്നെയാണ് കൊച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഇതങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ വീട്ടിലോട്ട് പോവുകയാണ്. അത് ആ ഒരു ഇതിലിങ്ങനെ സംഭവിക്കുന്നു. അപ്പോഴും അനന്യയുടെ ഉള്ളിൽ ടെൻഷനും വെപ്രാളവും പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അനന്യ ഇരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മുടെ രഞ്ജിതയുടെ വീട്ടിൽ രഞ്ജിതയും അതുപോലെ അരവിന്ദനും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്താ നമ്മുടെ സുമിത്രയെ മകൻ പോയി സോപ്പിടുന്നതും അതുപോലെ തന്നെ സുമിത്രയുടെ മനസ്സിലേക്ക് പങ്കജ് സ്ഥാനം പിടിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടു. നമ്മുടെ രഞ്ജിത വന്ന് വാതിൽ തുറന്നപ്പോൾ കാണുന്നത് ആരെയാ? സുമിത്രയെ കണ്ടപ്പോഴേക്കും ആരാ ഇത്? സുമിത്രയോ? കയറി വാ, ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വലിയ സ്നേഹപ്രകടനവും കാര്യങ്ങളും കയറി വാ ഇരിക്കും ഇതൊക്കെ പറഞ്ഞ്. അപ്പോൾ സുമിത്ര ആ ഒരു ഇതിൽ തന്നെ ഉറച്ചിങ്ങനെ നിൽക്കുക, മിണ്ടുന്നില്ല, ഒന്നിലും അങ്ങ് ഇതാവുന്നില്ല. എന്താ പറ്റിയ സുമിത്ര? ഞാൻ സുമിത്രയെ വന്നൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. സുമിത്രയുടെ ആ ഒരു തെറ്റിദ്ധാരണയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണം എന്നുള്ളൊരിത് എനിക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം എനിക്ക് ഒരു തെറ്റിദ്ധാരണയില്ല, എല്ലാം ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം സുമിത്ര അന്നേരം ഇവരോട് പറയാം. കൂടുതൽ എന്നോട് നീ സംസാരിക്കുകയും വേണ്ട. നീ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ നമ്മുടെ രഞ്ജിതയോട് സുമിത്ര പറയുവാണ്. സുമിത്ര, നീ എന്നെ വളരെയേറെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറയുമ്പം അതെ, ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. നിന്റെ ചതിയും വഞ്ചനയും എല്ലാം എനിക്കറിയാം. പക്ഷേ നിന്റെ ചതിയിലും വഞ്ചനയിലും നീ പൂജയെ പെടുത്തരുത്. അവളെ നീ വെറുതെ വിട്ടേക്കാൻ പറഞ്ഞു. ഇപ്പം നീ പൂജയാണ് ഇരയാക്കി കളിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പൂജയുടെ ജീവിതം നശിപ്പിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാ സുമിത്ര നീ പറയുന്നേ? എൻ്റെ രോഹിത്തേട്ടൻ്റെ മോളുടെ ജീവിതം ഞാൻ നശിപ്പിക്കാനോ? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് തെറ്റിദ്ധാരണ കൊണ്ട് വന്ന് സംസാരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരു ധാരണ പെശകും ഇല്ലെന്ന്. നീ ഈ ഡയറി കണ്ടോ? ഈ ഡയറിയിൽ എല്ലാ സത്യങ്ങളും ഉണ്ട്. രോഹിത്തിനോട് നീ എന്താണ് ചെയ്തതെന്നും രോഹിത്തിന് എന്താണ് സംഭവിച്ചതെന്നും എല്ലാം ഈ ഡയറിക്കകത്തുണ്ട്. അതെല്ലാം അറിയുന്ന എന്നോട് തന്നെ നീ ഇങ്ങനെ നിന്ന് അഭിനയിച്ച് തകർക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോൾ രഞ്ജിതയ്ക്ക് മനസ്സിലായി ഇനി ഒരാട്ടവും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത്.
ഇനി ഒരു കളിയും സുമിത്രയുടെ അടുത്ത് നടക്കില്ല, ചുമ്മാ ഓട്ടക്കളത്തിൽ വെള്ളം കോരണ്ട എന്ന്. അപ്പം തന്നെ നമ്മുടെ രഞ്ജിത ഭാവം അങ്ങ് മാറി. ഈ ഡയറിയും പൊക്കി പിടിച്ച് നീ എന്ത് ചെയ്യുമെന്നാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, ഈ ഡയറിയും പിടിച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ കണ്ടോളാൻ പറഞ്ഞു. ഇതിലകത്ത് അറിയേണ്ടതും പറയേണ്ടതുമായ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര ഇങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ രഞ്ജിത പറഞ്ഞു, ശരിയാ, ഈ ഡയറിയിൽ എഴുതിയിരിക്കുന്നതെല്ലാം ശരിയാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെല്ലാം പച്ച പരമാർത്ഥമാണ്. ഇക്കണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടിയതും ഞാൻ തന്നെയാ. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നീ അങ്ങ് പോയി ചെയ്യാൻ പറഞ്ഞു. നിന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന്. അപ്പോൾ നമ്മുടെ സുമിത്ര പറഞ്ഞു, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിന്റെ ചതി ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും പറയാം. അതും പറഞ്ഞ് നമ്മുടെ സുമിത്ര അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. സുമിത്ര അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും, രഞ്ജു എല്ലാം കൈവിട്ട് പോയല്ലോ രഞ്ജു, അയ്യോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും രഞ്ജു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചെല്ലുന്ന ഭർത്താവിനോട്, നിങ്ങൾ ഒറ്റയൊരുത്തനാണ് ഇപ്പം ഇതുപോലൊരു പ്രതിസന്ധി ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞു. ഞാനെന്താ ചെയ്തേ? അന്ന് അവൾ ഇവിടെ വന്ന് നിന്ന സമയത്ത് അവളെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേന്ന് ചോദിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ ഇപ്പം ഈ ഡയറിയും പൊക്കി പിടിച്ച് അവൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഇതങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാം കൊണ്ടുവന്ന് ഒപ്പിച്ച് എല്ലാത്തിൻ്റെയും അവസാനത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അവിടെ നിന്ന് എല്ലാം കൂടെ തകർന്ന് തരിപ്പണമാകാൻ രഞ്ജിത സമ്മതിക്കില്ല. ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് നടന്ന് കിട്ടിയിരിക്കണം. അതൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജിത വേഗം ഫോൺ എടുത്ത് ആരെയോ വിളിക്കുവാണ്. അപ്പോൾ സുമിത്രയ്ക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ആളായതുകൊണ്ട് സുമിത്ര ആ ഒരു ഡയറി ബാഗിൽ തൂക്കി ഇങ്ങനെ റോഡിലൂടെ നടന്നു വരുമായിരുന്നു. അപ്പോൾ രഞ്ജിത ഫോണും വിളിച്ചു, ആരാണ്ടോടെ ഏതാണ്ടൊക്കെ ഏൽപ്പിക്കുകയും ചെയ്തു. കുറച്ച് നേരം അങ്ങ് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന നമ്മുടെ സുമിത്രയാട്ടോ. എന്നാലും എൻ്റെ രഞ്ജുവിൻ്റെ ഒരു ബുദ്ധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ പുകഴ്ത്തി വിട്ടുകൊണ്ടിരിക്കുക ഭർത്താവ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സുമിത്ര ഇങ്ങനെ നടന്നു പോകുന്നതാണ് കാണിക്കുന്നത്. സുമിത്ര നടന്നു പോകുമ്പോൾ രണ്ടുപേര് ഹെൽമെറ്റൊക്കെ വെച്ച് കോട്ടൊക്കെ ഇട്ട് ആളെ തിരിച്ചറിയില്ലാത്ത രീതിയിൽ സുമിത്രയുടെ പിന്നാലെ വരുന്നു. പിന്നാലെ വരുന്നവരെന്ത് ചെയ്തു, സുമിത്രയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഡയറി, അപ്പോൾ അത്രയും നേരം സ്പീഡിൽ വന്നിട്ട് സുമിത്രയുടെ അടുത്ത് വന്നവർ സ്പീഡ് കുറച്ചാണ് ഇങ്ങനെ വരുന്നത്. വന്നിട്ട് സുമിത്രയുടെ കയ്യിലുണ്ടായിരുന്ന ആ ബാഗ് സഹിതം തട്ടിപ്പറിച്ച് അവർ പോകുക. അപ്പോഴേക്കും അയ്യോ എൻ്റെ ബാഗൊന്നും പറഞ്ഞു സുമിത്ര പിന്നാലെ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? ആൺപിള്ളേർ ഡയറിയും കൊണ്ട് പോയി. എന്തായാലും ആ ഡയറി സുമിത്രയ്ക്ക് നഷ്ടപ്പെട്ട ആ ഒരു സ്ഥിതിയിലൂടെയാണ് സുമിത്ര അവിടെ നിൽക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ സകല തെളിവുകളും കയ്യിലുണ്ടായിരുന്ന തെളിവുകളെല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കും നമ്മുടെ സുമിത്ര. അങ്ങനെ സുമിത്രയുടെ കയ്യിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ടു. സുമിത്രയ്ക്ക് ഇനിയിപ്പം യാതൊരു പോംവഴിയില്ല. അപ്പോൾ സുമിത്രയ്ക്ക് മനസ്സിലായി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്താണ് നമ്മുടെ അപ്പു അതിലെ വരുന്നത്. അപ്പു വന്നിട്ട് ഇങ്ങനെ സുമിത്രയായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ എന്ത് പറ്റി അപ്പച്ചി, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴേക്കും ആ ഡയറി കൊണ്ടുപോയി എന്നുള്ള കാര്യങ്ങൾ പറയുന്നു നമ്മുടെ സുമിത്ര. അപ്പോഴേക്കും നമ്മുടെ അപ്പച്ചി എന്ത് പണിയാണ് കാണിച്ച ഡയറിയായിട്ട്, എന്തിനാ അപ്പച്ചി അങ്ങോട്ട് പോയെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നിൽക്കുമ്പോൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണല്ലോ. പിന്നെ നമ്മുടെ അപ്പച്ചി വിഷമിക്കല്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പു തന്നെ ഇതിനൊരു സൊല്യൂഷൻ കാണാനായിട്ട് പോവാം. കുറച്ച് ദൂരം അപ്പു അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പൂജയെയും പങ്കജിനെയും കൂടെ കണ്ടു. ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പുവിൻ്റെ സമനില തെറ്റിയിരിക്കുകയല്ലേ. അപ്പുവിനാണെങ്കിൽ ഭയങ്കര ദേഷ്യം പങ്കജിനെ കണ്ടു കഴിഞ്ഞപ്പോൾ. ഇടാന്നും പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് പങ്കജിൻ്റെ കുത്തിന് കയറി പിടിച്ചു. പിടിയും വലിയും ഉന്തും വലിയും ഒക്കെ ആയി. അപ്പോൾ പൂജ ഇത് നിന്ന് കാണുമല്ലേ. ഒരു കണക്കിന് പങ്കജിന് ഇത് ലാഭമായി. കാരണം അപ്പു പ്രശ്നക്കാരനാണെന്ന് പൂജയുടെ മുന്നിൽ ഒന്നുകൂടി തെളിയിക്കാനായിട്ട് പറ്റി പങ്കജിന്. അപ്പോൾ പങ്കജ് ഇങ്ങനെ അവിടെ നിന്ന് ഇവൻ്റെ ഇടിയും തൊഴിയൊക്കെ കൊള്ളു കേട്ടോ. നിനക്ക് എന്താ അപ്പു പറ്റിയത്, നീ എന്താ എന്നെ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പങ്കജ് ഇങ്ങനെ നല്ലവനായിട്ട് നിന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പു ആണെങ്കിലും നിൻ്റെയൊക്കെ ചതി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും പൂജ അടക്കി കയറിയിട്ട് വലിയ ആളാവുക. അപ്പോട്ടും മതി നിർത്ത്, എന്താ അപ്പോട്ട് നീ കാണിക്കുന്നതെന്ന് ചോദിച്ചു. പൂജ, നിനക്ക് ഇവനെയൊന്നും അറിയില്ല, ഇവനൊക്കെ ചേർന്ന് നിന്നെ ചതിക്കുകയാണ്, നിന്റെ അച്ഛനെ കൊന്നതുപോലും ഇവൻ്റെ അമ്മയാണെന്നൊക്കെ പറയുമ്പം അപ്പോട്ട് അനാവശ്യം പറയരുതെന്നും പറഞ്ഞുകൊണ്ട് പൂജ വലിയ ഡയലോഗ് അങ്ങോട്ടേക്ക് ഇറക്കി. പൂജ വലിയ ഡയലോഗുകൾ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും, നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ പൂജ, ഇവരുടെ നാടകത്തിൽ നീ വീഴരുത്, ഇവരുടെ ചതിയിൽ നീ വീഴരുതെന്നൊക്കെ അപ്പു പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ അറിയാം, അപ്പുവേട്ടൻ ഇതിൽ ഇടപെടാൻ നിൽക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് വലിയത്, ഞാൻ പങ്കജിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ അപ്പുവിന് തൃപ്തിയായി. അപ്പു ആണെന്നുണ്ടെങ്കിൽ സ്വയം കുഴി തോണ്ടി സ്വയം ജീവിതം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരുത്തിയെ എന്തിനു കയറ്റണം എന്നുള്ളൊരു രീതിയിൽ. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ അപ്പു വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ഇവരെ നീ വിവാഹം കഴിച്ചാൽ നിന്റെ ജീവിതം തകർന്നെന്ന് നീ കൂട്ടിയാൽ മതി, പിന്നെ നിനക്ക് കണ്ണീരൊഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാവില്ല, നിന്റെ ജീവിതം നശിച്ചു പൂജ എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മുടെ അപ്പു പറയാം. അങ്ങനെ നശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സഹിച്ചോളാം, അതിൽ അപ്പുവേട്ടൻ കൈകടത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ ഇങ്ങനെ പറയുന്നു. പിന്നെ അവിടെ അപ്പുവിന് എന്തെങ്കിലും വോയിസ് ഉണ്ടോ, അപ്പു എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ അപ്പു സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് പോരുന്നു. എന്തായാലും
നമ്മുടെ പൂജയുടെ ജീവിതത്തിന് ഏതാണ്ട് തീരുമാനമായി എന്നുള്ള കാര്യം ഉറപ്പായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനന്യ റൂമിലിരുന്ന് ഭയങ്കര സങ്കടപ്പെടലും ഇരിക്കലും കരയിലും ഒക്കെയാണ്. അപ്പോൾ അനിരുദ്ധ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അനിരുദ്ധിനോട് കൊച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. സ്വരമോൾ അനിരുദ്ധിനോട് ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതെല്ലാം കേട്ട് മനസ്സിലാക്കിയാണ് അനിരുദ്ധ് പൂജയുടെ അടുത്തേക്ക് നമ്മുടെ അനന്യയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അനന്യയ്ക്ക് അരികിലേക്ക് വന്നപ്പോൾ അനന്യ വിഷമിച്ചിരിക്കുക. നിനക്ക് എന്താ പറ്റി, നീ എന്താ സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രതീഷിൻ്റെ കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പം നീ എന്തിനാ അനന്യ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അനിരുദ്ധ് ചോദിക്കാം. അവൻ്റെ മകളെ ഒന്ന് സ്നേഹിച്ചോട്ടെ, അതിനുള്ള അവകാശമെങ്കിലും നമുക്കൊന്ന് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചു. അവൻ ഇത്രത്തോളം ആയി പോകാൻ കാരണം അവസ്ഥ എന്തൊക്കെയാണെന്ന് നിനക്കറിയില്ലേ? സ്വരമോളുടെ സാമീപ്യം കൊണ്ട് അല്ലെങ്കിൽ അവളുടെ സ്നേഹം കൊണ്ട് പഴയ പ്രതീക്ഷനെ നമുക്ക് തിരിച്ചു കിട്ടുമെന്നുണ്ടെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ തടസ്സം നിൽക്കുന്നത്, അല്ലെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും തോറും നമ്മുടെ ലൈഫിൽ നിന്നും സ്വരമോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ് നമ്മുടെ അനിരുദ്ധ്. അപ്പോഴേക്കും അനന്യയ്ക്ക് പേടി. ഇല്ല, ഞാൻ എൻ്റെ മോളെ കൊടുക്കില്ല, ഞാൻ എൻ്റെ മോളെ വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ കാണിക്കുക. അപ്പം നിൻ്റെ പ്രവൃത്തി കൊണ്ട് അനന്യെ നമുക്ക് നമ്മുടെ മോളെ നഷ്ടപ്പെടും. നീ ഒരിക്കലും പ്രതീഷിനെ വാശി കയറ്റരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറേ സംസാരിച്ചു. പക്ഷേ പ്രതീഷിനെ വാശി കയറ്റുന്നതോറും പ്രതീഷിന് ദേഷ്യം വരികയാണെന്നെല്ലാം നമ്മുടെ അനന്യയ്ക്ക് അറിയാം. പക്ഷേ കൊച്ചിനെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ളൊരു ആദിയും പേടിയും ഒക്കെയാണ് ഈ പറയുന്ന നമ്മുടെ അനന്യയുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഒന്നിനോടും ആ ഒരു രീതിയിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഒന്നിനോടും ഈ ഒരു ഇതിൽ സംസാരിക്കാനൊന്നും നമ്മുടെ അനന്യയ്ക്ക് കഴിയുന്നില്ല. കുഞ്ഞെന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർക്കിടയിൽ ആ ഒരു സംസാരവും കാര്യങ്ങളുമായിട്ട് അനിരുദ്ധ് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അനന്യയോട് വീണ്ടും താക്കീത് നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ അനിരുദ്ധ്. അപ്പോൾ ഇവർക്കിടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനിടയിൽ നമ്മുടെ സുമിത്രയുടെ ഡയറി നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു ഡയറി കിട്ടി, അല്ലെങ്കിൽ ഡയറി കൈവശം സുമിത്രയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം അപ്പം തന്നെ നമ്മുടെ രഞ്ജിത വിവരം അറിയുകയും ചെയ്തു. ആ വിവരം അറിഞ്ഞപ്പോഴേക്ക് രഞ്ജിതയ്ക്ക് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ അവൾ എന്തെടുത്തിട്ട് അങ്ങോട്ട് സത്യം തെളിയിക്കും എന്നുള്ള ഒരു ഇതിലാണ്. അങ്ങനെ രഞ്ജുവിനെ കുറേ പുകഴ്ത്തി പാടിക്കൊണ്ട് ഭർത്താവായ അരവിന്ദനടുത്ത് നിൽക്കുന്നു. ഇനിയിപ്പോൾ ഈ ഡയറി എവിടെ ഒളിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ വെക്കണം, ഏത് രീതിയിൽ വെക്കണം, ഇതൊക്കെ ഇനി രഞ്ജിതയുടെ ഉത്തരവാദിത്തങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് അടിപൊളി എപ്പിസോഡുമായിട്ടാണ് നമ്മുടെ ക്ലൈമാക്സ് എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.